ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഡാൻഡ്രഫിനെ നല്ല രീതിക്ക് നമ്മുടെ ഹെയറിൽ നിന്ന് മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി ഹോം റെമഡിയാണ് കേട്ടോ. എൻ്റെ ഹെയറിലിപ്പം കുറച്ച് താരനേ ഉള്ളൂ കേട്ടോ, ചെറുത് പൊടി പോലെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അന്നേരം തന്നെ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്ത് അതിനെ കളയാൻ നോക്കുവേ. ഇല്ലെങ്കിൽ ഒരുപാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളയുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഈസിലി അവൈലബിൾ ആവുന്ന സാധനമൊക്കെ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഒരു ബൗളിലേക്ക് കുറച്ച് തൈര് എടുക്കണേ. തൈര് നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടിയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡാൻഡ്രഫിനെ ഇളക്കിയെടുക്കാൻ പറ്റും. അതിലേക്ക് എന്താ ലെമൺ ജ്യൂസ് ചേർക്കണേ. ഇതിലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഡാൻഡ്രഫ് വരുന്നത് കുറയ്ക്കും. അതിലേക്ക് ഇനി ഒരല്പം കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾ ഹെയർ ഓയിലായിട്ട് ഉപയോഗിക്കുന്ന ഓയിൽ വേണമെങ്കിലും ഇവിടെ ചേർക്കാം കേട്ടോ. അതിനുശേഷം ഇത് നല്ലതുപോലെ ഇളക്കി അതിന് ഒരു ക്രീമി കൺസിസ്റ്റൻസി ആകുന്നത് വരെ നല്ല രീതിക്ക് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ ചെറിയ ചെറിയ പാർട്ടീഷൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പ് ഏരിയയിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിത് സ്കാൽപ്പിൽ മാത്രം ചെയ്താൽ മതി. അതായത് മുടിയുടെ ബാക്കി ഏരിയാസിലേക്ക് അധികം അങ്ങനെ താരം വരാറില്ലാത്തതുകൊണ്ട് നമുക്ക് സ്കാൽപ്പ് ഏരിയയിലാണല്ലോ താരം മെയിനായിട്ടും വരുന്നത്. ആ ഏരിയയിൽ നമ്മൾ എല്ലാ സൈഡിൽ നിന്നും ബാക്ക്, ഫ്രണ്ട് വശം, സൈഡ് എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ സ്കാൽപ്പ് ഏരിയയിൽ ഇതുപോലെ ചെറിയ ചെറിയ പാർട്ടീഷൻസ് എടുത്തിട്ട് നല്ല രീതിക്ക് ഇത് തേച്ച് കൊടുക്കണേ. താരം വരാനുള്ള കാരണങ്ങളെന്ന് പറഞ്ഞാലേ മുടിക്ക് നല്ല കെയർ കൊടുക്കാതെ വെക്കുമ്പം താരം വരുവേ. അതുപോലെ തന്നെ തലയിൽ വിയർപ്പ്, ഓയിലൊക്കെ നിൽക്കുമ്പം, പിന്നെ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രൈനെസ് സ്കാൽപ്പിലുള്ളവർക്ക് വരും. പിന്നെ ഷാമ്പു ഉപയോഗം, അമിതമായിട്ട് ഷാമ്പു ഉപയോഗിക്കുന്നവർക്ക് വരാം. പിന്നെ ചില ഫംഗസും ഇതുപോലെ ഡാൻഡ്രഫിനൊരു കാരണമാണ്. ഈ ഡാൻഡ്രഫ് വരുന്നതിനെ എങ്ങനെ കുറയ്ക്കാമെന്ന് ചോദിച്ചാലേ, നമ്മുടെ സ്കാൽപ്പിൽ ഓയിൽ ഇരിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. അതായത് കുളിക്കുന്നതിന് മുൻപ് നമ്മൾ തലയിൽ ഓയിൽ തേക്കുക, പക്ഷേ കുളിച്ചതിന് ശേഷം ഓയിൽ ഇടാതിരിക്കുക. അതുപോലെ തന്നെ സ്കാൽപ്പ് ഓവർ ഡ്രൈ ആവാനും പാടില്ല, ഓവറായിട്ട് ഓയിലി ആവാനായിട്ടും പാടില്ലേ. സ്കാൽപ്പ് ഡ്രൈനെസ് ഉള്ളവർ ഷാമ്പൂവിന് ശേഷം കണ്ടീഷണർ ഉപയോഗിക്കുക. അതാകുമ്പോൾ ആ ഡ്രൈനെസ്സിനെ ഒന്ന് കുറയ്ക്കും. പിന്നെ ഓവർ സ്ട്രെസ്സും ഇതിനൊരു കാരണമാണ്. എന്തെങ്കിലും മെഡിറ്റേഷനൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റൊക്കെ ആണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ ഡാൻഡ്രഫ് വരുന്നതിനെ തടയാം. അതുപോലെ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഡാൻഡ്രഫ് വന്ന സമയത്ത് ചീകിയ ചീപ്പ് പിന്നീട് ഉപയോഗിക്കുമ്പം നല്ല വൃത്തിക്ക് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുകയെ. ഡാൻഡ്രഫ് വന്നെന്ന് പറഞ്ഞാൽ ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതൊരു അസുഖമൊന്നുമല്ല, ഇതൊരു കണ്ടീഷനാണ്. അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ലെയർ ഇളകിപ്പോകുന്നു, അത്രേ ഉള്ളൂ. തലയിൽ മുഴുവൻ താരൻ വന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയൊന്നും വേണ്ട ആരും. താരൻ ചെറുതായിട്ട് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ എന്തെങ്കിലും ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് അതിനെ മാറ്റിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ സ്കാൽപ്പിൽ എല്ലാ ഏരിയാസിലും എത്തുന്ന രീതിക്ക് വേണം കേട്ടോ നമ്മളിത് ഈ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇത് നമുക്കൊരു 15 അല്ലെങ്കിൽ 20 മിനിറ്റോളം നമുക്ക് മുടിയിൽ വെക്കാവേ. അതിനുശേഷം നമ്മൾ നോർമലായിട്ട് കഴുകി കളയുന്ന പോലെ കളഞ്ഞാൽ മതി. ഇത് നമുക്ക് വീക്ക്ലി വൺസ് ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു 3-4 വട്ടം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് ഡാൻഡ്രഫ് അത്യാവശ്യം നല്ല രീതിക്ക് മാറി കിട്ടും. ഇനിയൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഫേസിലെ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുകയാണ്. ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു, അതുകൊണ്ടാട്ടോ ഫേസിൽ ഇത്രയും മേക്കപ്പ്. അതായത് ഞാനൊരു ഫൗണ്ടേഷൻ മേടിച്ചായിരുന്നേ, ഡസ്കി സ്കിൻ ടോണുകാർക്ക് പറ്റിയ നല്ലൊരു ഷെയ്ഡാട്ടോ അത്. ഞാൻ ഒരുപാട് കട കയറി ഇറങ്ങി നോക്കിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ ഷെയ്ഡിന്, അതായത് എൻ്റെ കളറിന് പറ്റിയ ഒരു ഫൗണ്ടേഷൻ എനിക്ക് നമ്മുടെ ലോക്കൽ സ്റ്റോഴ്സിലൊന്നും പോകുമ്പോൾ കിട്ടത്തേയില്ല. ഒന്നെങ്കിൽ എന്തെങ്കിലും നമുക്ക് തേക്കുമ്പോൾ തന്നെ പുട്ടി അടിച്ച പോലത്തെ ഒരു ഫീലായിരിക്കും. അപ്പം ഞാനിങ്ങനെ കുറേ റിവ്യൂസൊക്കെ നോക്കിയിട്ട് മേടിച്ചൊരു ഫൗണ്ടേഷനാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടാം കേട്ടോ. നിങ്ങൾ ഡസ്കി സ്കിൻ ടോണുകാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫൗണ്ടേഷനാണ്. അതുപോലെ തന്നെ ആ ഫൗണ്ടേഷൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാൻ വാങ്ങാൻ കാരണം. ഞാൻ ഇതുപോലെ വാസ്ലിനും ഒരു ടിഷ്യൂവും വെച്ചിട്ടാട്ടോ എൻ്റെ ഫേസിൽ മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. നേരത്തെയൊക്കെ ഓയിൽ ഇങ്ങനെ ഫേസിൽ തേച്ചിട്ട് വെക്കുമായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഓയിൽ സ്കിന്നും കൂടെ ആയതുകൊണ്ട് ഓയിൽ നമ്മൾ മുഖത്തിട്ട് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ കുരു വരും. അതുകൊണ്ട് ഈ വാസ്ലിനൊക്കെ ആണെങ്കിൽ ഓക്കെ ആട്ടോ, നമുക്ക് വേറെ ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തേ, ഇനി പോയി കുളിച്ചിട്ട് വരാവേ. ബൈ. അപ്പോൾ ഇത് താരം പോകാനുള്ള പാക്ക് നമ്മൾ ഹെയറിൽ ഇട്ടായിരുന്നു. എൻ്റെ ഹെയർ വാഷൊക്കെ കഴിഞ്ഞു, ഹെയർ ഒക്കെ ഉണങ്ങി. അതിനുശേഷം എനിക്ക് ഡാൻഡ്രഫ് അത്ര ഭയങ്കരമായിട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ചാവും ഉപയോഗിച്ചത്. ചെറുതായിട്ട് ഒരു ഇതിൽ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, ഫുള്ള് പോയേ. നമുക്ക് ഇപ്പോൾ കാണാനൊന്നുമില്ല.
തലയിൽ താരനുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ പാക്ക് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഗുണം കിട്ടും. അപ്പൊ നിങ്ങൾ ഇത് യൂസ് ചെയ്തിട്ട് താഴെ കമന്റ് ബോക്സിൽ പറയുക ഇത് വർക്കായോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. Till then, bye bye.